ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ലൈവ് ട്രേഡിംഗ് സെഷൻ. ഇന്ന് നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. R1 ഒരു ഭാഗത്ത് ഒരു റീടെസ്റ്റ് വന്നപ്പോഴാണ് നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. 19,800 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. കാരണം പുറത്തായതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ബൈ ചെയ്യാൻ കാരണം നമ്മുടെ ആ ഒരു R1 ബ്രേക്ക് ചെയ്ത് നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം രണ്ടാമത്തൊരു റീടെസ്റ്റിലാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. അതാണ് ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക്. ഇതിന് മുമ്പ് രാവിലെ ഒരു ട്രേഡ് എടുത്തായിരുന്നു, അത് ലോസിൽ എൻഡ് ചെയ്യേണ്ടി വന്നു. ഒരു 1,150 രൂപ ലോസിൽ വന്നു. അതും നമുക്ക് റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റിയില്ല, പുറത്തായതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. നമ്മുടെ SL എന്ന് പറയുമ്പം ഫസ്റ്റ് ഒരു SL ഹിറ്റ് ചെയ്തുകൊണ്ട് ഇത് ഏകദേശം ഒരു 1,000 രൂപയുടെ അകത്തായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു SL പ്ലേസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ഹൈ, അതും നമുക്കൊരു ക്രിട്ടിക്കൽ സോണാണ്. ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ വന്ന് തട്ടി റീടെസ്റ്റ് നടത്തി മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ഏരിയയിൽ നിന്നാണ് നേരത്തെ റിജക്ഷൻ നടത്തിയത്. രണ്ടാമതൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. കറക്റ്റ് ഒരു സേഫ് എൻട്രി എന്നൊക്കെ പറയുമ്പം ആ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു ബിയറിഷ് ക്യാൻഡിൽ കാണുമ്പോഴാണ് ഒരു സേഫ് എൻട്രി ഇവിടെ. എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു SLൻ്റെ ഏരിയയിൽ ഇപ്പോൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. R1 ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. അതായത് നമ്മൾ SL ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. നമുക്ക് എന്തായാലും പൊസിഷൻ അങ്ങ് എക്സിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 977 രൂപ, 1,000 രൂപയുടെ അകത്ത് നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ട്രേഡ് 1,250 രൂപ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രേഡ് എടുത്ത രീതി പറഞ്ഞുതരാം. മാർക്കറ്റ് ഗ്യാപ്പപ്പായിട്ട് ഓപ്പൺ ചെയ്തു. R1 അവിടെ നിന്നൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായപ്പോഴാണ് നമ്മളൊരു ട്രേഡ് എടുത്തത്. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സലായി. നമ്മൾ R1 ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോമായത്. അതിന് ശേഷം രണ്ടാമത്തെ ഒരു റീടെസ്റ്റിനാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ട്രേഡ് എടുത്തത്. മാർക്കറ്റ് അവിടെ നിന്നും വീണ്ടും R1 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്. മാർക്കറ്റ് ഇന്നൊരു കറക്റ്റ് ഡയറക്ഷനിലൊന്നും അല്ല ഇന്ന് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു 2 SL ആയി. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഇനിയൊരു ട്രേഡ് നോക്കുന്നുള്ളൂ. എന്തായാലും നമുക്കൊന്ന് വാച്ച് ചെയ്യാം മാർക്കറ്റ്. അപ്പം ഗൈസ്, മാർക്കറ്റ് ഇന്ന് നല്ലൊരു വോളറ്റൈലാണ്. കാരണം R1 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ മാർക്കറ്റ് അതേപോലെ തന്നെ തിരികെ താഴേക്ക് വന്നു. ഇപ്പം ഇവിടെ ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനായി വരുന്നുണ്ട്. ഒരു ട്രെൻഡ് റിവേഴ്സലാണ് കാണുന്നത്. ഇനിയൊരു അപ്സൈഡോട്ട് മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ട്രെൻഡ് ലൈൻ വെച്ച് വരച്ച് നോക്കുമ്പം അതേപോലെ മാർക്കറ്റ് ആ ഒരു ലൈൻ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരികെ വന്ന് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വ്യൂ. മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ഹൈ ഉണ്ട്. ആ ഒരു ഏരിയയിൽ വെച്ച് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്നാണ് ഒരു പ്ലാൻ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് SL എന്ന് പറയുമ്പം ഏകദേശം ഈ ഒരു ആ ഒരു റേഞ്ചിലാണ് SL പ്ലേസ് ചെയ്യുന്നത്, ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട്. നമുക്ക് 19,700 ഒരു കോൾ ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. 19,700 കോൾ ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ ആ പറഞ്ഞൊരു ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു ഇതിനകത്തോട്ട് വരുന്നുണ്ട്. മാർക്കറ്റ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തായാലും മാർക്കറ്റ് അവിടെ നിന്നൊരു റിവേഴ്സൽ തരും. മാർക്കറ്റ് മുകളിലോട്ട് പോകും. നമുക്ക് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടാം. 50 ക്വാണ്ടിറ്റിയാണ് കിടക്കുന്നത്. ക്വാണ്ടിറ്റി 100 ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്യാം. ഓക്കെ, ആ ഒരു സോണിൽ വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്.
ഇപ്പം ഏകദേശം ചെറിയൊരു ലോസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒന്നും കൂടെ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും മിക്കവാറും തിരികെ മുകളിലോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മളൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു R1 ആയിരുന്നു. അതുവരെ ഒന്നും മാർക്കറ്റ് എത്തിയില്ല. പക്ഷേ എങ്കിലും ഇതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു ലോസൊക്കെ റിക്കവർ ചെയ്യുന്ന രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു 2000 അകത്ത് പ്രോഫിറ്റ് കിട്ടിയതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പൊസിഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ടൈമായി, 3:27 അപ്പം അവസാനത്തെ ട്രേഡിൽ നമുക്ക് ഏകദേശം ഒരു 735 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ലോസിൻ്റെ ഒരു പകുതിയോളം നമ്മൾ കുറച്ചിട്ടുണ്ട്. പകുതി എന്നല്ല, രണ്ടാമത്തെ ട്രേഡ് ലോസിൻ്റെ പകുതിയോളം നമ്മൾ കുറച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ട്രേഡിംഗ് സെഷനായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാർക്കറ്റ് ഹൈ വോളറ്റൈലായിരുന്നു. മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ഇല്ലാതെ ചുമ്മാ കുറച്ച് മുകളിലോട്ട് പോവും താഴോട്ട് പോവും, ആ ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു SL ഒക്കെ വന്നത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ഓവറോൾ നമ്മൾ പ്രോഫിറ്റിലാണ്. ഈ ഒരു മന്ത് നോക്കുമ്പം നല്ലൊരു പ്രോഫിറ്റിലാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിസ്ക് ഒക്കെ എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ മൂന്നാമതൊരു ട്രേഡ് എടുക്കത്തില്ലായിരുന്നു. നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. ഓക്കെ ഗൈസ്.